അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മണിക്കൂറുകളായി സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മദ്ഹ് മനാഖിബുകൾ, കൂടാതെ ഒരുപാട് നല്ല ഹസനാത്തുകളൊക്കെ നിർവഹിച്ച് കഴിഞ്ഞുകൂടുന്ന അനുഗ്രഹീതമായ മജ്ലിസിലാണ് നമ്മളുള്ളത്. ഓരോ വർഷവും ഏറെ കേരളക്കരയെ തന്നെ വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ അജ്മീർ ഖാജ തങ്ങളുടെ ഉറൂസ് നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചെളിങ്ങാട്. കേരളക്കര എവിടെ എടുത്തു പരിശോധിച്ചാലും ഇത്തരത്തിൽ പ്രൗഢമായ മജ്ലിസ് അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ നടക്കുന്നതായ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ മജ്ലിസ് നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ആവേശമായും പ്രതീക്ഷയായും അവലംബമായും അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മനോഹരമായ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ബാദിഷാ കമ്പനി, അള്ളാഹു അവരുടെ സർവ മേഖലകളിലും പ്രവർത്തനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും പരിപൂർണമായ ഹൈറാത്തുകളും ബറക്കാത്തുകളും നിഅ്മാത്തുകളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അജ്മീർ ഖാജ തങ്ങളുടെ എല്ലാ മദതും, അവിടുത്തെ എല്ലാ നളറും, അവിടുത്തെ എല്ലാ നുസ്റത്തും, അവിടുത്തെ എല്ലാ തർബിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പേരെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കഴിഞ്ഞുകൂടുന്ന അന്തസ്സാർന്ന ഈ ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു കാരണക്കാരനായി മുൻപ് കഴിഞ്ഞുപോയ, ലോകം ഇത്രമേൽ ഓർക്കാനും പറയാനും പാകത്തിന് അമൃത സ്മൃതി ബാക്കിയാക്കി കഴിഞ്ഞുപോയ അജ്മീർ ഖാജ തങ്ങൾ, ഇന്ത്യക്കാർക്കൊരിക്കലും ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ചരിത്രം പറയുന്നിടത്ത് അജ്മീർ ഖാജ തങ്ങൾ കടന്നു വരാതെ ചരിത്രം പൂർണ്ണമാകില്ല. ഇന്ത്യ ഒട്ടുക്കും ഇസ്ലാമിൻ്റെ പ്രബോധനം അജ്മീർ ഖാജ തങ്ങളുടെ കാലഘട്ടത്തോടെ സജീവമാവുകയായിരുന്നു. അവിടുത്തെ ആ മഹനീയമായ സാന്നിധ്യത്തിൽ, ആ മഹനീയമായ സന്നിധാനത്ത് വന്നുകൂടുന്ന കണ്ടുമുട്ടുന്ന ആളുകളൊക്കെയും അവിടുത്തെ ജീവിത വിശുദ്ധി കൊണ്ടും അവിടുത്തെ കൽബിൽ നിന്നുള്ള ആത്മീയമായിട്ടുള്ള നോട്ടം കൊണ്ടും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അനുഗ്രഹീത ഷാദുല തീരത്ത് അണഞ്ഞ സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 90 ലക്ഷം വരുന്ന ആളുകളുടെ ഇസ്ലാമിക പ്രവേശനം ബഹുമാനപ്പെട്ടവരിലൂടെ സാധ്യമായി എന്ന് ചരിത്രം പറയാണ്. കൂടുതൽ വഅദ് പറഞ്ഞു കൊടുത്തിട്ടായിരുന്നില്ല അദ്ദേഹത്തിലൂടെ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത്. വലിയ മൈക്ക് കെട്ടി പ്രഭാഷണങ്ങളിലൂടെയും ആയിരുന്നില്ല. മറിച്ച് ബഹുമാനപ്പെട്ടവരുടെ സന്നിധാനത്ത് വന്നു നിന്നാൽ, ബഹുമാനപ്പെട്ടവരുടെ ഒരു നോട്ടമുണ്ടായാൽ തന്നെ അവിടത്തെ ഹൃത്തടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിൻ്റെ അള്ളാഹുവിലുള്ള ഇഷ്കുകൊണ്ടും മുത്തുനബിയിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള ഇഷ്കുകൊണ്ടും ഉണ്ടായിത്തീർന്നിട്ടുള്ള ആത്മീയ വെളിച്ചം, അതുകൊണ്ടാണ് അവരൊക്കെ കടന്നു വന്നത്. നമുക്കും ലോകത്തോട് വിളിച്ചു പറയാനുള്ളതും നമുക്ക് ചെയ്യാനുള്ളതും അത് തന്നെയാണ്. നമ്മളൊരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാകാനും ആഖിറ ലോകത്ത് വിജയം വരിക്കാനും ഏറ്റവും അധികം പ്രധാനമായും പരിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞ 2 കാര്യങ്ങൾ അജ്മീർ ഖാജ തങ്ങളിൽ നിഴലിച്ചു നിന്നിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു,
ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹുവിൽ തഖ്വയുള്ളവരായി, ഭയമുള്ളവരായി, റബ്ബിൽ പ്രതീക്ഷയുള്ളവരായി, പരിപൂർണ വിശ്വാസമുള്ളവരായി ജീവിക്കുന്ന ആളുകളോടൊപ്പം അതുപോലെ തന്നെ നന്മ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നന്മയോടെ വർത്തിക്കുന്ന, സാഹോദര്യത്തോടെ വർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, സഹകരണ മനോഭാവമുള്ള ആളുകൾക്കുമാണ്, അവരോടും ഒക്കെ ഒപ്പമാണ് അള്ളാഹുവിൻ്റെ സഹായമുള്ളത്, അവൻ്റെ സാമീപ്യമുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കും അനിവാര്യമായിട്ടുള്ളത്. എൻ്റെ സംസാരത്തെ ദീർഘിപ്പിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുകയല്ല. സംസാരത്തെ ഞാൻ ചുരുക്കുന്നു. അജ്മീർ ഖാജ തങ്ങളുടെ ആയിരങ്ങൾ സമ്മേളിക്കുന്ന ഈ സംഗമത്തിൽ അജ്മീർ ഖാജയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം, റബ്ബുൽ ആലമീനുമായിട്ടുള്ള ബന്ധത്തെ പരിപൂർണമായും അദ്ദേഹം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത് സൃഷ്ടികളോട് പുലർത്തിപ്പോന്ന അനുകമ്പയാണ്, സഹാനുഭൂതിയാണ്, സഹകരണമാണ്, സ്നേഹ മസൃണമായ പ്രവർത്തനങ്ങളാണ്, ഇടപെടലാണ്. ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇസ്ലാമിന്റെ സുതാര്യതയും സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ളത് ഈ ആശയത്തിലൂടെ, ഈ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അജ്മീർ ഖാജ തങ്ങൾ നമ്മുടെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നെ നമ്മുടെ കൽബിന്റെ പ്രകാശത്തിന് അത് കാരണമാണ്. നമ്മുടെ ജീവിതത്തിന് ആ വെളിച്ചം നമുക്ക് അള്ളാഹു ഈ മജ്ലിസ് കൊണ്ട് നൽകുമാറാകട്ടെ. മദീനയിലേക്ക് സിയാറത്തിന് പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിന്റെ, അതല്ല ഇന്ത്യയുടെ നാനാഭാഗത്ത് കഴിയുന്ന മുസ്ലിമീങ്ങളും ഒന്ന് അജ്മീറിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അജ്മീർ ദർഗയിൽ ഒന്ന് ചെന്ന് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളുടെ സവിധത്തിൽ, ആ മഹനീയ സാന്നിധ്യത്തിൽ ഒരല്പസമയം കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കാത്ത മുസ്ലിമീങ്ങൾ കേരളക്കരയിലില്ല. ഇന്ത്യയിൽ തന്നെ യഥാർത്ഥ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടവരുണ്ടായിക്കൊള്ളണമെന്നില്ല. അജ്മീറിൽ പോയവർക്ക് വേഗം മദീനയിൽ എത്താൻ കഴിയുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. അജ്മീരിൽ ഒന്ന് പോയാൽ മദീനത്തേക്ക് വേഗം എത്താനുള്ള വഴികൾ റബ്ബ് തുറന്നു തരുമെന്നാണ്. അള്ളാഹു നമുക്ക് പല പ്രാവശ്യം ആ 2 പ്രധാനമായും ഇന്ത്യയുടെ റൗളയായ പരിശുദ്ധ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളുടെ സവിധത്തിലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലുമൊക്കെ പല പ്രാവശ്യം ചെന്നു തേരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അതൊരു അടുപ്പത്തിന്റെ വഴിയാണ്, അവരുടെ നോട്ടത്തിന്റെ ഒരു വഴിയാണ്, നാളെ ആഖിറ ലോകത്തെ ശഫാഅത്തിന്റെ ഒരു വഴിയാണ്. ഈ ഭൗതിക ലോകത്തെ പ്രശ്നങ്ങളെ പടച്ച റബ്ബിലേക്ക് ഇവരിലൂടെ വേഗം നമുക്ക് അർപ്പിക്കാനും അതുവഴി പരിഹാരം കാണാനുമുള്ള വഴിയാണ്. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരുടെ ദുആയും ബറക്കത്തും എത്തുമേ. മഹാന്മാരുമായിട്ടുള്ള ബന്ധത്തിന്റെ വഴികൾ അതാണ്. അവരുടെ പേരിലുള്ള ഫാത്തിഹകൾ അത് കഴിയും വിധത്തിൽ പെരുപ്പിക്കുക, അത് മഹാന്മാരുമായിട്ടുള്ള അടുപ്പത്തിന്റെ വഴിയാണ്. അവരുടെ ഹൃദയങ്ങളിൽ നമ്മുടെ പേരുണ്ടാകണം, അവരുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. അവരെ സ്നേഹിക്കുക വഴി അവർ ഇങ്ങോട്ടും സ്നേഹിക്കും. അവരുടെ ഹൃദയത്തിലേക്ക് റബ്ബുൽ ആലമീൻ ഒരു ദിവസം 70 പ്രാവശ്യം 100 പ്രാവശ്യം അള്ളാഹു നോക്കുമെന്നാണ്. നോക്കുമ്പോൾ നമ്മുടെ പേരവരുടെ ഹൃദയങ്ങളിൽ കാണുമ്പോൾ അതുവഴിയും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കുള്ള വഴി തുറക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിജയികളുടെ ഗണത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ കഠിനമായ ചൂടുണ്ട്, കഠിനമായ ക്ഷീണങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണ്. പക്ഷേ ഈ മഹബത്തിന്റെ പേരിലെങ്കിലും, അവിടുത്തെ മദ്ഹ് പറയുന്ന വേദിയിൽ ഒരല്പസമയം കഴിച്ചുകൂട്ടിയതിന്റെ പേരിലെങ്കിലും ഞങ്ങൾക്ക് വിജയിക്കണമെന്ന ആഗ്രഹത്തോടെ വന്നു കൂടാൻ ഭാഗ്യം റബ്ബിന്റെ പ്രത്യേക ഔദാര്യം കൊണ്ട് ലഭിച്ചവരാണ് നാം. തൗഫീഖ് അത് വലിയൊരു ഔദാര്യമാണ് റബ്ബിന്റെ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ തൗഫീഖ് ത്വാഅതിക, നിനക്ക് വഴിപ്പെടാനുള്ള തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന നിസ്കാരാനന്തരം നമ്മൾ നടത്തുന്നതിന്റെ സ്വീകാര്യതയുടെ കൂടെ ഭാഗമാണ് ഇങ്ങനെ മഹാന്മാരെ പറയുന്നിടത്തുള്ള സാന്നിധ്യം. അള്ളാഹുവിന്റെ കണക്കില്ലാത്ത ഔദാര്യങ്ങൾ, കണക്കില്ലാത്ത റഹ്മത്ത് ചൊരിഞ്ഞു തരുന്ന ചൊരിയുന്ന ഇടമാണ് അള്ളാഹുവിന്റെ മഹാന്മാരെ പറയുന്നിടം. അവിടെ ഒന്ന് വന്ന് പങ്കെടുക്കുമ്പോൾ നമ്മൾ കാണാത്ത കോടാനു കോടി മലക്കുകൾ അവിടെയുണ്ട്.
നമ്മൾ കാണാത്ത ബഹുമാനപ്പെട്ട പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, മഹാന്മാരായ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, അവരുടെ ആത്മീയ സാന്നിധ്യം അത്തരം സദസ്സുകളിലൊക്കെ ഉണ്ട്. അത് വിശ്വസിക്കുന്നവരാണ് നാം, അല്ലേ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ മലായിക്കത്തന്മാരും അവരുടെ മജ്ലിസിൽ ഹാദിറാകുന്നവർ, ആവണ്ണം നമ്മുടെ ഹോജാ റസൂലുള്ള അവിടുത്തെ അവരുടെ റൂഹും അവിടെ വരുന്നവർ, അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്ലിസിൽ ഹാദിറാകുന്നവർ നമ്മൾ പറയാറുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പാടി പറയുമ്പോഴൊക്കെ ആ വരികളിലൂടെ നമ്മൾ എപ്പോഴും ഓർത്തെടുക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്ന വചനമാണ് ഇത്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്താനാ, കഴിഞ്ഞ വർഷം കൂടിയപ്പോഴും ഞാൻ ആ വരികൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയുണ്ടായി. മറ്റൊന്നിനു വേണ്ടിയല്ല, നമ്മുടെ ജീവിതത്തിൽ മഹാന്മാരുമായിട്ടുള്ള ബന്ധം, അവർ കൂടുന്നിടത്ത് ചെന്നു കൂടാനുള്ള ആഗ്രഹം അതെന്നുണ്ടാകണം. മുൻഗാമികളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്താണ്? നമ്മുടെ കാരണവന്മാരുടെ, നമ്മുടെ വീടുകളിൽ ഒരു പള്ളിയിലെ ഉസ്താദിനെയെങ്കിലും വിളിച്ചുകൂട്ടിയിട്ട് ഒരു മൗലിദ് ഓതും. എന്തേ കാരണം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുമ്പോൾ മുത്തുനബിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മലായികത്തുൽ കിറാം ഇൻദ ദിക്രി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ പറയുന്നിടത്ത് മഹാന്മാരായ മലായികത്തുൽ കിറാമുണ്ട്, ആ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട് എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ മലക്കുകൾ വന്നുകൂടുന്ന, മഹാന്മാര് വന്നുകൂടുന്ന സദസ്സുകൾ എൻ്റെ വീട്ടിലുണ്ടാകണം. ഞങ്ങളൊന്നിനും പറ്റാത്തവരാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുത്തവർ, അള്ളാഹു ആദരിച്ചവർ എൻ്റെ വീട്ടിൽ വരാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീടുകളിൽ മൗലിദോതുന്ന, റാത്തീബോതുന്ന, കുത്തുബിയ്യത്തോതുന്ന അത്തരം മഹാന്മാരെ പറയുന്ന വേദികൾ സൃഷ്ടിച്ചിരുന്നു. എന്തിന്? എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ മാതാപിതാക്കളും ഒക്കെ അടങ്ങുന്ന ഈ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ വലിയ ഭാഗ്യം ലഭിച്ച മഹാന്മാര് വന്നുകൂടുക, അതിലൂടെ എൻ്റെ കുടുംബത്തിൽ ബറക്കത്ത് കിട്ടുക എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ അങ്ങനെ ഈ ഇത്തരം മജ്‌ലിസിൽ വന്നുകൂടുമ്പോൾ നമ്മുടെ മനസ്സിലും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകണം. ഈ മഹാന്മാരുമായുള്ള ബന്ധം അതാണ് എൻ്റെ ആഖിറത്തിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി ഭൂമി ലോകത്ത് ജീവിച്ചാലും രക്ഷപ്പെടാനുള്ള വഴി. അന്തമഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പമാണ് നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് വല്ലാതെ സന്തോഷിക്കാൻ വിശ്വാസികൾക്ക് ഇടം തരുന്ന ഒന്നാണ്. മൻ തശബ്ബഹ മിൻഹും മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. മഹാനായ മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ എന്ന് പറയുമ്പോൾ മൻ തശബ്ബഹ നഫ്സഹു ബിൽ കുഫാർ, കാഫിരീങ്ങളോട്, ഇസ്ലാമിന്റെ എതിരായി വർത്തിക്കുന്നവർ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അനിസ്ലാമിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ, അവരുടെ പ്രവർത്തനങ്ങളോട്, അവരുടെ ശൈലികളോട്, അവരുടെ സ്വഭാവങ്ങളോട്, അവരുടെ വേഷവിധാനത്തിനോട് ഒക്കെയും നാം സാദൃശ്യത പുലർത്തുമ്പോൾ, നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ വിഭാഗത്തിൽ പെടും എന്ന് പറഞ്ഞതുപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങളോട് ആരെങ്കിലും സാദൃശ്യത പുലർത്തിയാൽ അവർ ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുക, അവർ ജീവിച്ചതുപോലെ ജീവിക്കുക, അവരുടെ ഇബാദത്തുകളെ പോലെ തൻ്റെ ജീവിതത്തിലെ ഇബാദത്തുകളെയും കൃത്യമാക്കുക തുടങ്ങി അവരുടെ ജീവിതത്തിൻ്റെ ശൈലികളെ നമ്മൾ മാതൃക ആക്കുക വഴി, അവരുടെ ശൈലികൾ പോലെ നാം പിന്തുടരുക വഴി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെക്കുക. അപ്പൊ കാഫിരീങ്ങളെ, സത്യനിഷേധികളെ പോലെ പാടില്ലാത്ത ശൈലികൾ സ്വീകരിക്കുക, മാതൃകകളെ പിന്തുടരുക വഴി ആ വിഭാഗത്തിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ സാദൃശ്യം നീ പുലർത്തിക്കഴിഞ്ഞാൽ അവരുടെ വിഭാഗത്തിൽ പെട്ടവരായി നീ മാറുമെന്നാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. അതിനവർ കേൾക്കണമല്ലോ, പറയണമല്ലോ, പറയുന്നിടത്ത് സന്നിഹിതരാകണമല്ലോ, പഠിക്കണമല്ലോ. അള്ളാഹുവിനോടുള്ള ഖശിയത്ത്, തഖ്വ ഇതൊക്കെ വർദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിനെ കൂടുതൽ അറിയാൻ കഴിയണമെന്നാണ്. എന്ന് പറഞ്ഞതുപോലെ മഹാന്മാരെ ഇഷ്ടപ്പെടാൻ പറ്റണമെങ്കിൽ മഹാന്മാരെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഇമാം ത്വൻതാവി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുണ്ട്, യജിബു അലാ റബ്ബി ഉസ്റത്തിൻ, എല്ലാ വീട്ടിലെ നാഥന്മാരുടെ മേലും നിർബന്ധമാണ്. എന്താണെന്നറിയോ?
അവരുടെ വീട്ടിൽ അൻ യകൂന ഫീ ബൈതിഹി കിതാബുൻ ജാമിഉൻ മിൻ കുതുബിസ് സീറത്തിൻ നബവിയ്യ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ ഉണ്ടാകുക എന്നത് നിർബന്ധമാണ് എന്നാണ്. എന്നിട്ട് രാവിലെയും വൈകിട്ടും വീട്ടിൽ അത് പാരായണം ചെയ്തു കൊടുക്കണമെന്നാണ്, അത് വായിച്ചു കൊടുക്കണമെന്നാണ്. ഇത് കുടുംബനാഥന്റെ മേൽ നിർബന്ധമാണ്. കാരണം മുത്തുനബിയോടുള്ള മഹബത്ത് വർദ്ധിക്കണമെങ്കിൽ മുത്തുനബിയെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ മഹാന്മാരെ പഠിക്കണം. അജ്മീർ ഖാജ തങ്ങളുടെയൊക്കെ ചരിത്രങ്ങൾ യൂട്യൂബുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ നമ്മൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംവിധാനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിലൂടെ പഠിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിയാൻ കഴിയും. തന്റെ ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിയാൻ മഹാന്മാരിലേക്ക് നോക്കിയാൽ മതി. മഹാന്മാരുടെ ചരിത്രങ്ങൾ അത് പഠിച്ചാൽ മതി. എനിക്ക് തിരിച്ചറിയാൻ, നമുക്ക് നമ്മെ തിരിച്ചറിയാൻ എന്നാണ്. അതുകൊണ്ട് മഹാന്മാരുടെ പഠനങ്ങൾ നടക്കണം. ഈ ബാദുഷാ കമ്പനി നടത്തുന്നത് ചെറിയ സുഹൃതമൊന്നുമല്ല, ചെറിയ ഒരു അമലൊന്നുമല്ല. എത്രയോ ആളുകൾ, ആയിരങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. നൂറുകണക്കിന് ആലിമീങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. അവരിവിടെ ഇരുന്ന് സദസ്സിലിരുന്ന് മൗലിദ് എല്ലുന്നു, സ്വലാത്ത് എല്ലുന്നു, മദ്ഹ് പറയണു. അങ്ങനെ കേൾക്കുകയാണ്. നമ്മൾ ഇവിടെ വന്ന് കഴിച്ചുകൂട്ടാൻ ഓരോ സെക്കൻഡിന്റെയും വില എത്രത്തോളാണെന്നാണ്. ഇപ്പൊ ന്യൂ ഇയർ വന്നപ്പോഴും അതുപോലെ പല ആഘോഷങ്ങൾ വന്നപ്പോഴും ഓരോ നാടുകളിലെ മുക്കുമൂലകളിലും ആളുകൾ മുൻപോട്ട് വന്ന്, നാട്ടിലുള്ള ചെറുപ്പക്കാര്, നാട്ടിലുള്ള മധ്യവയസ്കര്, നാട്ടിലുള്ള കാരണവന്മാരൊക്കെ കൂടിച്ചേർന്നിട്ട് നാട്ടിൽ എന്തൊക്കെ കുതൂഹലങ്ങളാണ് ഉണ്ടാക്കിയത്. ആഘോഷത്തിന്റെ പേരിൽ രാത്രി ഉറങ്ങാതെ സജീവമാക്കിയ ന്യൂ ഇയറിന്റെ രാത്രികൾ നമുക്കറിയാലോ. അന്നത്തെ രാത്രിയിൽ ഞാൻ പരിപാടി കഴിഞ്ഞ് പോകുന്നിടത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞ നമ്മളുടെ, അതായത് മുസ്ലിം സഹോദരങ്ങളുടെ പ്രാതിനിധ്യം എല്ലായിടത്തും നിഴലിച്ച് നിൽക്കുന്നതാ. സംഘാടകരും അവർ തന്നെ. രാത്രി ഉറക്കമില്ല, കുടിച്ചു കൂത്താടി അഴിഞ്ഞാടി ആ രാത്രിയെ സജീവമാക്കുന്നവർ. ഇത്തരം സദസ്സുകൾ സജീവമാക്കുന്നത് പോലെ അല്ലാതെ അല്ലാഹുവേ, അത്തരം അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത കാര്യങ്ങളോടുള്ള ഒരു നിലയിലുള്ള മാനസികമായ അടുപ്പം പോലും ഞങ്ങളുടെ കൽബിൽ വരാതെ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ റഹ്മാനെ. ഇത്തരം നല്ല സദസ്സുകളോടുള്ള ആഭിമുഖ്യം, അതിനോടുള്ള പ്രതിപത്തി, ആഗ്രഹം ഞങ്ങളുടെ കൽബിലൊന്നും നിലനിർത്തി തരണേ റഹ്മാനെ. അതുകൊണ്ട് ബാദുഷാ കമ്പനിയുടെ പ്രവർത്തനം റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഉണ്ടായിട്ടൊന്നുമല്ല, ലക്ഷങ്ങൾ മുടക്കി ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ലക്ഷങ്ങൾ അവരുടെ അധീനതയിൽ ഇങ്ങനെ കുന്നുകൂട്ടി ബാങ്ക് അക്കൗണ്ടിലും വീട്ടിലെ അലമാരകളിൽ സൂക്ഷിച്ചതിന്റെ പേരില്ല. അവർ ഇത് നടത്തണം. ഇതുവഴി നാട്ടിൽ അജ്മീർ ഖാജ തങ്ങൾ ജീവിച്ചിരിക്കണം അവരുടെ മദ്ഹുകളിലൂടെ. അങ്ങനെ ജനങ്ങൾ മഹാനായ അജ്മീർ ഖാജ തങ്ങളെ തിരിച്ചറിഞ്ഞ് നന്മയുടെ വഴികളിലേക്ക് തിരിയണം. അവരുടെ കൽബിൽ ഈമാനികമായ ആവേശം ഉടലെടുക്കണം. ദീനിന് പ്രാമുഖ്യം കൊടുക്കണം. ദീനുൽ മുസ്ലിമി അഅ്ലമു മിൻ ജമീഇൽ അശ്യാഇ മിനൽ അർഹാമി വൽ അഹ്ബാബി വൽ മകാസിബി എന്നാണ്. തന്റെ വീട്ടിലെ ഉമ്മ, ഉപ്പ, ഭാര്യ, ഭർത്താവ്, മക്കള്, തന്റെ സഹോദരങ്ങള്, കൂട്ടുകുടുംബാദികള്, തന്റെ സമ്പാദ്യങ്ങള്, ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും പ്രിയപ്പെട്ടതാ. പക്ഷേ അതിനേക്കാളൊക്കെയും മേലെ, അതിനേക്കാളൊക്കെയും എനിക്ക് പ്രിയപ്പെട്ടത് ഇതൊന്നും അല്ല. അതിനേക്കാളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടത് എന്റെ റബ്ബാണ്. എന്റെ റബ്ബാണ്, എന്റെ പടച്ച, എന്റെ കൂടെ എപ്പോഴുമുള്ള ഒരു ശക്തി അത് റബ്ബാണ്. ആ റബ്ബിലേക്കുള്ള അടുപ്പം അത് ഈ മഹാന്മാര് കാണിച്ചു തന്ന വഴിയിലൂടെയാണ്. ആ വഴി മഹാന്മാരെ പറയലിലൂടെയാണ് രാജ്യത്ത്, ലോകത്ത്, നാടുകളില് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന കാഴ്ചപ്പാടിലാണ് ബാദുഷാ കമ്പനി. ലക്ഷങ്ങൾ ബാങ്ക് ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടായതിന്റെ പേരിലൊന്നുമല്ല. അവര് ഈ സാഹചര്യമാകുമ്പോഴേക്ക് റജബ് മാസം കഴിയുന്നതിന് മുമ്പേ എങ്ങനെയും ഇതിവിടെ സംഘടിപ്പിച്ചേ പറ്റൂ എന്നുള്ള താല്പര്യത്തോടെ ഈ പരിപാടിക്ക് മുതിരുന്നത്. റബ്ബിലേക്ക് തിരിയണം. എവിടെ പോയാലും എന്റെ ശക്തിവാൻ, എന്റെ കൂടെ ഏറ്റവും കഴിവുള്ള, എന്തിനും പവറുള്ള, എന്തിനും കൊള്ളാവുന്ന ഒരാളുണ്ട് എന്ന ഒരു ചിന്തയെങ്കിലും ഓരോ ഹൃദയത്തിലും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനാണല്ലോ ഇബാദത്തുകളൊക്കെ അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്, നോമ്പ് സൃഷ്ടിച്ചിട്ടുള്ളത്, സക്കാത്ത് പോലെ എല്ലാ അമലുകളും റബ്ബിന്, റബ്ബുമായിട്ടുള്ള സംവാദത്തിന്, റബ്ബുമായിട്ടുള്ള സംഗമത്തിനുള്ള വേദിയാണ്. അതുപോലെ ആ വേദിക്ക് വേണ്ടിയുള്ള ഒരു അവസരമാണിത്. റബ്ബിന് വേണ്ടി, റബ്ബിന്റെ ഇഷ്ടക്കാരായ ആളുകളെ പറഞ്ഞ് റബ്ബിലേക്ക് ഞാൻ ഏറ്റവും അധികം
അടുക്കേണ്ട, ഞാൻ ഏറ്റവും അധികം ചേർത്ത് നിർത്തേണ്ട ശക്തിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്കുള്ള അടുപ്പം, അതിനുള്ള വഴി ഇതാണെന്നുള്ള തിരിച്ചറിവിലൂടെയാണ്. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും ഈ മജ്‌ലിസ് സ്വീകരിച്ച് ഈ കമ്പനി, ബാദുഷാ കമ്പനി, വരും വർഷങ്ങളിൽ എല്ലാം ഇതിനേക്കാൾ ഉപരി ഓരോ വർഷവും നടക്കുന്ന, ഇവിടെ കൂടുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനേക്കാളൊക്കെയും ഉപരി ഓരോ വർഷവും അതിനേക്കാൾ വിപുലമായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും അതിനുവേണ്ട വഴികളും അവർക്ക് എല്ലാ വർഷവും റബ്ബേ നീ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കണേ റഹ്മാനെ. ഒരു നിലയിലും സാമ്പത്തികമായ ഒരു പ്രയാസ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും പിടികൂടാതെ അജ്മീർ ഖാജ, ഇന്ത്യയുടെ സുൽത്താൻ, ഇന്നും ആത്മീയ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അജ്മീർ ഖാജ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നൽകണേ റഹ്മാനെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുകയാണ്. ഇത് നിലനിൽക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കണം, നിലനിർത്തണമെന്ന് ആഗ്രഹിക്കണം, അതിനുവേണ്ടി ദ്വായിരിക്കണം, അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന പ്രോത്സാഹന വാക്കുകൾ കൊണ്ടെങ്കിലും അവരോടൊപ്പം ഉണ്ടാകണം. അവർ പറയാറുള്ള വാക്കുണ്ട്, ആരും ഇതിലേക്ക് നിങ്ങളൊന്നും തരണ്ട എന്ന്. എല്ലാ വർഷവും ഞാൻ ഇവിടെ വരുമ്പോൾ അറിയാറുള്ളൊരു വാക്കാണത്, കേൾക്കാറുള്ളൊരു വാക്കാണ്. അങ്ങനെ അവർ മാത്രം ഒരുമിച്ച് നിന്ന് ആ സഹോദരങ്ങളുടെ ഐക്യപ്പെട്ടുള്ള ആ ജീവിതത്തിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെടുന്ന ഈ സദസ് റബ്ബേ, ആ ഐക്യവും ആ ബന്ധവും ആ സഹകരണവും ആ സ്നേഹബന്ധങ്ങളും എന്ന് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരും അതിനോട് ഇപ്പോഴും ആത്മാർത്ഥമായ ബന്ധമുണ്ടാകണം. എന്റെ കൂടെ 3-4 സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്ന് ഇവിടെ അജ്മീർ ഖാജ തങ്ങളുടെ ഉറൂസിൽ പങ്കെടുത്ത് പോയതോടെ എന്റെ വീട്ടിലും ഒരു മജ്‌ലിസ് അതുപോലെ ഒരുക്കണമെന്ന് കരുതി പ്രിയപ്പെട്ട എന്റെ കൂടെ വന്നിട്ടുള്ള അഷ്റഫ് മറ്റത്തിൽ എന്ന സഹോദരൻ കഴിഞ്ഞ വർഷം റബീഉൽ അവ്വൽ ആയ സമയത്ത് അവിടെ മൗലിദിന്റെ പേരിൽ വലിയ സദസ്സ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ആളുകളെ വീട് കയറി വിളിച്ച് ക്ഷണിച്ച് പങ്കെടുപ്പിച്ച് ഭംഗിയാർന്ന സദസ്സ് അവിടെ ഒരുക്കിയുണ്ടായി. അതാണ് നമുക്ക് ഇതിലൂടെയൊക്കെ കിട്ടുന്ന പ്രചോദനം. ഇവിടെ വന്ന് പോയപ്പോ ഈ വർഷവും പങ്കെടുക്കണം, എന്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ നിഷാദ് സാഹിബ്, ബഹുമാനപ്പെട്ട ഈ എന്റെ കൂടെ വന്നിട്ടുള്ള നിഷാദ് സാഹിബ്, അസൈനാർ സാഹിബ്, ബഹുമാനപ്പെട്ട മദ്ഹ് ആലപിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് സഅദി ഉസ്താദ് അടക്കമുള്ളവർ ഈ മജ്‌ലിസിന് ഒന്ന് പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടെ വന്നു ചേർന്നവരാണ്. അള്ളാഹു അവരുടെ ജീവിതത്തിൽ നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. എല്ലാ ബറക്കത്തും ഇവിടെ വന്നുകൂടിയവർക്കൊക്കെ കൊടുക്കണേ റഹ്മാനെ. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഈ ബാദുഷാ കമ്പനിയുടെ അജ്മീർ ഖാജ തങ്ങളുടെ ഈ വേദി ഒരുക്കുമ്പോ കൂടെയുണ്ട്. അല്ലാഹുവേ, ഓരോരുത്തരെയും നിനക്കറിയാം. ഈ വെയിലും ഈ ചൂടുമൊന്നും പ്രശ്നമാക്കാതെ അതിന്റെ പ്രവർത്തകരായി ചേർന്ന് നിന്നിട്ട് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളുടെ മദതിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റിളയിലേക്ക് എത്തിച്ചേരാനുള്ള ഇടപെടലിന്റെ ഭാഗമാണതൊക്കെ. റബ്ബേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് നീ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അജ്മീർ ഖാജ തങ്ങളുടെ മദദ് നൽകി, അവിടുത്തെ നുസ്റത്ത് നൽകി, നെല്ലർ നൽകി, തർബിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. സഹോദരിമാര്, സഹോദരങ്ങളൊക്കെ ഉണ്ട് റബ്ബേ. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും അവർ ആ ചെലവഴിക്കുന്ന സമയത്തിന്റെ ആ ആരോഗ്യത്തിന്റെ കാരണം കൊണ്ട് എല്ലാ വിഷമങ്ങളും മാറ്റി ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആരക്ക വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരെയും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനറിയാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. റബ്ബേ, ഇതിനു വേണ്ടി ചെലവഴിച്ചതിന് കണക്കില്ലാതെ നീ ഈ കുടുംബത്തിന് പകരം കൊടുക്കണേ റഹ്മാനെ. കണക്കില്ലാതെ നീ പകരം കൊടുക്കണേ റഹ്മാനെ. പൈസ ആവശ്യമില്ലാത്തവരൊന്നും അല്ല. നമുക്കൊക്കെയും ഒരു 10 രൂപ 100 രൂപ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ അവർ മുതിരുന്നുണ്ടെങ്കിൽ പൈസ ആവശ്യമില്ലാത്തത് കൊണ്ടല്ല. പടച്ചവനെ, അതിലൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം. അതിലൂടെ ഞങ്ങളുടെ കൽബിൽ കിട്ടേണ്ട വെളിച്ചങ്ങളൊക്കെ കിട്ടണം. ആഖിറത്തിൽ കിട്ടേണ്ട സുഹ്ബത്ത് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് റബ്ബുൽ ആലമീനെ. അതുകൊണ്ട് ചെലവഴിക്കുന്നത് നീ നഷ്ടമാക്കാതെ, നീ ബറക്കത്തുള്ളത് ആ കുടുംബത്തിന് അവരുടെ പ്രസ്ഥാനങ്ങളിൽ
നീ പകരം കൊടുക്കണേ റഹ്മാനെ. എല്ലാവരും ദ്വാരക്കണം എപ്പോഴും. നമ്മുടെ നാടിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാ. ആ കുടുംബത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കും കൂടെ വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണെന്ന് നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കണമെന്ന് കൂടെ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിന് ഇജാബത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുപാട് മൗലിദും ഇവിടുത്തെ മദ്ഹുകളും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ദുആ മാത്രമാണ് ഉള്ളത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ഉസ്താദ്മാരുടെയൊക്കെ അനുവാദത്തോടെ സമ്മതത്തോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لكم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أرحم الراحماയ അൽമലിക്കുൽ ജബ്ബാറായ റബ്ബുൽ ആലമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. മണിക്കൂറുകളായി നിന്റെ ഇഷ്ടക്കാരനായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് അവിടുത്തെ മനാഖിബുകളിലായി ഇവിടെ കഴിച്ചുകൂട്ടിയ മണിക്കൂറുകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. പടച്ചവനെ, ഇവിടെ ചൊല്ലിയതും പറഞ്ഞതും ഇതിന്റെ പിന്നിലുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും അല്ലാഹുവേ, ഇതിനു വേണ്ടിയുള്ള ചെലവഴിക്കലുകളും ഇതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളും പിന്നണി പ്രവർത്തനങ്ങളും അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. എല്ലാം നീ പൊരുത്തപ്പെട്ടതാക്കണേ അല്ലാ. നിന്റെ തിരുനോട്ടം ഈ മജ്ലിസിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ പ്രത്യേക പരിഗണന ഈ മജ്ലിസിന് നൽകണേ അല്ലാ. നിന്റെ പ്രത്യേകമായ ഇജാബത്ത് ഈ മജ്ലിസിൽ നൽകണേ അല്ലാ. സാധുക്കളായ ഞങ്ങളുടെ ഈ സാന്നിധ്യവും ഇങ്ങോട്ടുള്ള ഓരോ ചവിട്ടടികളും യാത്രകളും ചെലവഴിച്ച സമയങ്ങളും ചെയ്ത അമലുകളും സഹായങ്ങളും സഹകരണങ്ങളൊക്കെയും സ്വീകരിച്ചതിന്റെ മിഥില സവാബിനെ ആരംഭപ്പൂവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. മഹാരഥന്മാരായ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ അല്ലാഹുവേ നീ ആദരിച്ച അനുഗ്രഹിച്ച മഹാന്മാരായ സ്വാലിഹീങ്ങളായ സർവ്വ ഇബാദുകളുടെയും അനുഗ്രഹീത ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇവിടെ അനുസ്മരിക്കപ്പെട്ട ആരുടെ പേരിലാണോ ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ മഹാൻ അജ്മീർ ഖാജാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ തിരുഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. അവരുടെ മുഴുവൻ ആത്മീയ മഹനീയ സാന്നിധ്യം ഈ മജ്ലിസിൽ നൽകണേ അല്ലാ. നിന്റെ മലായിക്കത്തുൽ കിറാമിന്റെ സാന്നിധ്യം ഈ മജ്ലിസിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും ഈ മജ്ലിസ് കൊണ്ട് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, ഇവിടെ കൂടിയ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ സഹോദരന്മാര്, സഹോദരിമാര്, സ്നേഹിതർ, സഹചാരികൾ, സഹകാരികൾ, ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുള്ളവർ, പ്രത്യേകിച്ച് മജ്ലിസിലേക്ക് ദുആ കൊണ്ടേൽപ്പിച്ചറിയിച്ചിട്ടുള്ളവർ, പടച്ചവനെ ഇതിന്റെ പിന്നണി പ്രവർത്തകര്, ഇതിന്റെ മുൻപിലും പിന്നിലും നിന്ന് ഇതിനു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്നവർ, ഈ മജ്ലിസ് സംഘടിപ്പിച്ച ബാദുഷാ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും പടച്ചവനെ നിനക്കറിയാം. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നീ മർഹമത്ത് നൽകണേ അല്ലാ. മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ ഹക്ക് കൊണ്ട്, ഈ മജ്ലിസ് കൊണ്ട് പറയപ്പെട്ട മഹാന്മാരുടെ മുഴുവരുടെയും ഹക്ക്, ബറക്കത്ത്, കറാമാത്ത്, അസ്റാറ് കൊണ്ട് റബ്ബേ നിന്റെ ഉലൂഹിയത്ത് കൊണ്ടും റുബൂബിയത്ത് കൊണ്ടും നിന്റെ എല്ലാ ഖുദ്റത്ത് കൊണ്ടും വഹ്ദാനിയത്ത് കൊണ്ടും പടച്ചവനെ നിന്നോട് ചോദിക്കുകയാണ്, ശിഷ്ടകാലം നിന്റെ പൊരുത്തത്തിലായി, നിന്റെ ത്വാഅത്തിലായി, നിന്റെ തൃപ്തിയിലായി
ഹയാത്തായി ആരോഗ്യമുള്ള ആഫിയത്തുള്ള ഈമാനുള്ള ഇബാദത്തുള്ള ഇത്വാഅത്തുള്ള ഇത്തിബാഉൻ നബിയും സ്വലാഹിയത്തും അദബും നിറഞ്ഞ നിർഭയത്വമുള്ള ഇസ്സത്തുള്ള ഗിനയുള്ള ദീർഘായുസ് നൽകി ഞങ്ങളെ മുഴുവരെയും ഈ മജ്ലിസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ദീനിനോട് അടുപ്പമുള്ളവരാക്കണേ അല്ലാ. നിന്റെ ഇബാദത്തുകളിൽ താല്പര്യമുള്ളവരാക്കണേ അല്ലാ. നിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് പ്രാമുഖ്യവും പ്രാധാന്യവും പരിഗണനയും നൽകുന്ന സജ്ജനങ്ങളാക്കി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ റബ്ബുൽ ആലമീനായ അല്ലാ, ഈ മജ്ലിസിന്റെ എല്ലാ ആത്മീയ വെളിച്ചവും ഞങ്ങളുടെ ഖൽബിൽ നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇടപെടലുകളിൽ നൽകണേ അല്ലാ. ഖൽബ് നീ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. ഈ മഹാന്റെ ഹക്ക് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടും ഹാസിലാക്കി തരണേ അല്ലാ. ഇവിടെ എത്രയോ സാദാത്തുക്കളാണ്, ആലിമീങ്ങളാണ് റബ്ബേ ഇവിടെ വന്ന് സാന്നിധ്യമരുളി ഇവിടെ സംസാരിച്ചും ദുആയിരൊന്നും പോയിട്ടുള്ളത്. ഇപ്പോഴും ഈ മജ്ലിസിൽ കഴിച്ചുകൂട്ടുന്നത് എത്രയോ നല്ല മുഅ്മിനീങ്ങളാണ് റബ്ബേ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവരുടെയൊക്കെയും ബറക്കത്ത് കൊണ്ട് റബ്ബേ ഏതെല്ലാം ആഗ്രഹങ്ങളാണോ ഖൽബിലുള്ളത് ഈ മജ്ലിസ് കൊണ്ട് അവകളൊക്കെയും ഈ മജ്ലിസ് വിടുന്നതോടെ പരിഹരിച്ചു തരണേ അല്ലാ. ഒന്നും ബാക്കിയാക്കാതെ ഈ മജ്ലിസിന്റെ കറാമത്ത് ഞങ്ങൾക്ക് നീ വെളിവാക്കി തരണേ അല്ലാ. ഖൽബിലുള്ള ആഗ്രഹങ്ങൾ ഈ മജ്ലിസിലൂടെ നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ ഈ മജ്ലിസിലൂടെ പരിഹരിച്ചു തരണേ അല്ലാ. ഒന്നും ബാക്കിയാക്കാതെ വിഷമങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ മാനസികവും ശാരീരികവും സാമ്പത്തികവും കുടുംബപരവും സാമൂഹികപരവുമായ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണേ അല്ലാ. എല്ലാ ശൈത്വാനിയും റൂഹാനിയും സിഹരിയും മുഖദിയും ലിസാനിയും നദരിയും മക്കരിയും ഹസദിയും ലാഹിരിയും ബാത്തിനിയും ജിന്നിയും ഇൻസിയുമായ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് അജ്മീർ ഖാജ തങ്ങളെ കൊണ്ട് നീക്കി തരണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ സമ്പത്തിൽ സമ്പാദ്യങ്ങളിൽ തൊഴിൽ ബിസിനസ് മേഖലകളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഖിദ്മത്ത് ഇമാമത്ത് മജ്ലിസുകളിലൊക്കെയും അല്ലാഹുവേ ഞങ്ങൾ ഇടപെടുന്ന സർവ്വരംഗങ്ങളിലും പ്രത്യേകിച്ച് ഈ മജ്ലിസ് ഒരുക്കിയ ബാദുഷാ കമ്പനിയുടെ സർവ്വ ഇടപെടലുകളിലും അല്ലാഹുവേ ഈ മജ്ലിസ് കൊണ്ട് നിന്റെ മഹാന്മാരെ കൊണ്ട് അജ്മീർ ഖാജ തങ്ങളെ കൊണ്ട് സ്വസ്ഥത നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സന്തോഷം നിലനിർത്തി തരണേ അല്ലാ. ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. സർവ്വ ഹൈറാത്തുകളും ബറക്കാത്തുകളും നിഅമാത്തുകളും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. രോഗികൾക്കൊക്കെയും ശിഫാ നൽകണേ അല്ലാ. ഇവിടെ ദുആരക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പടച്ചവനെ കീമോയിലായി കിടക്കുന്നവരടക്കം, പടച്ചവനെ ഡയാലിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, കീമ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെ വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ഇന്ന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവർ, വലിയ ഓപ്പറേഷനുകൾ നിർദ്ദേശിച്ചിട്ടുള്ളവർ, റബ്ബേ കിടന്ന കിടപ്പിൽ കഴിയുന്നവർ, നടുവേദന, പുറം വേദന, തലവേദന പോലെയുള്ള പ്രയാസങ്ങളിൽ കഴിയുന്ന ഒരുപാട് സഹോദരിമാരടക്കം റബ്ബേ എല്ലാ രോഗികൾക്കും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. ആരൊക്കെ എവിടെയൊക്കെ രോഗികളായി കഴിയുന്നുണ്ടോ അവർക്കൊക്കെയും ശിഫ നൽകണേ അല്ലാ. എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും അജ്മീർ ഖാജ തങ്ങളുടെ ഹക്കുകൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങൾ, ഈമാനില്ലാത്ത മരണങ്ങളിൽ നിന്നൊക്കെയും കാവൽ നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അജ്മീർ ഖാജ തങ്ങളുടെ ഹക്ക് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, ശറഫ് ഫളല് കൊണ്ട്, അവിടുത്തെ സിറ് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ രണ്ട് ലോകത്തും കൺകുളിർമ നൽകുന്ന തണൽ തരുന്ന മക്കളാക്കണേ അല്ലാ. വഴികേടുകളിലേക്ക് വഴുതിപ്പോകാതെ അക്രമകാരികളിൽ നിന്നും ദുർമാർഗികളിൽ നിന്നും ഞങ്ങളുടെ മക്കൾക്ക് കാവൽ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ പഠന ജീവിത മേഖലകളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പഠന മികവും പഠന താല്പര്യവും പരീക്ഷകളിൽ ഉന്നതമായ വിജയവും നൽകണേ അല്ലാ. പടച്ചവനെ അതുപോലെ ഏതെല്ലാം
ഏതെല്ലാം വിഷയം പറഞ്ഞു ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ടോ എല്ലാവരെയും നിനക്കറിയാം. അവരുടെ വിഷയങ്ങളിലൊക്കെയും സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വീട് പണി ആരംഭിച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള വഴികളൊക്കെയും തുറന്നു കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും ഈ മജ്‌ലിസ് കൊണ്ട് എല്ലാവർക്കും നീ പരിഹാരം നൽകണേ അല്ലാ. ഇതിലേക്ക് ചെലവഴിച്ചതിന് നീ കണക്കില്ലാതെ പകരം കൊടുക്കണേ അല്ലാ. അവരുടെ ഇതിനു വേണ്ട സമ്പാദ്യ മാർഗമായ അവരുടെ ബിസിനസ്സുകൾ, അവരുടെ തൊഴിലുകൾ, അതിൽ നീ വിജയം കൊടുക്കണേ അല്ലാ. അതിലെന്നും ബറക്കത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ കുടുംബത്തിൽ ഈ മജ്‌ലിസിന്റെ ഐശ്വര്യം നിറച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസ് കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ എന്തെല്ലാം ഉണ്ടോ അവകളൊക്കെയും പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസ് കൊണ്ട് എന്തെല്ലാം വേദനകൾ അവർക്കുണ്ടോ ഈ മജ്‌ലിസ് കൊണ്ട് അവകളൊക്കെയും തീർത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർ, ഈ മജ്‌ലിസ് നടത്തുന്ന ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർ, ഇവിടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർ, അവരുടെയൊക്കെയും ഖബറുകളിലേക്ക് റബ്ബേ മണിക്കൂറുകളായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹസരാത്തുകളുടെ മിഥില സവാബുകൾ നീ സമയം തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സുരലോക സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാ. ജനഹൃദയങ്ങൾ മുഴുവൻ ഈ മജ്‌ലിസിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാ. മഹാന്മാരുമായുള്ള ബന്ധം ഞങ്ങൾക്ക് നീ വളർത്തിത്തരണേ അല്ലാ. ആ ഇഷ്ടത്തിന്റെ പേരിൽ ഇതിലേക്ക് സഹായികളായി സഹകാരികളായി ചേർന്ന് നിന്ന സഹോദരന്മാര്, സഹോദരിമാര് ഓരോരുത്തരെയും നിനക്കറിയാം. അവരുടെ ആരോഗ്യത്തിലും അവരുടെ ആഫിയത്തിലും ജീവിതത്തിലും നീ സർവ്വ ബറക്കത്തും കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. ഞാനിവിടെ വന്നപ്പോ പലരും ദുആരക്കാൻ വസിയത്ത് ചെയ്തു. അബ്ദുറഹ്മാനക്ക പ്രത്യേകം ഇവിടെ വന്ന് ദുആ കൊണ്ട് ഏൽപ്പിക്കുകയുണ്ടായി. പടച്ചവനെ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ലോകത്ത് സമാധാനം നിലനിർത്തണേ അല്ലാ. സർവ മതസ്ഥരുടെ ഇടയിലും സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും സഹകരണ മനോഭാവവും നീ എന്നും നിലനിർത്തണേ അല്ലാ. ആ വൈരാഗ്യങ്ങളും ശത്രുതയും ഭിന്നതയും ഛിദ്രതയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുർശക്തികളെയും നീ പരാജയപ്പെടുത്തണേ അല്ലാ. നിർഭയത്വം ഞങ്ങളുടെ നാടുകൾ, ഞങ്ങളുടെ രാജ്യത്ത്, ലോകത്താകമാനം എന്നും നിലനിർത്തണേ അല്ലാ. മതസാഹോദര്യ സൗഹൃദ സമീപനം, ബഹുസ്വരത ഞങ്ങളുടെ രാജ്യത്ത് നീ നിലനിർത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ റമളാൻ വഫഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ആരും പോകരുത്, എല്ലാവരും ദുആ റക്കണം. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളുടെ മദ്ഹാണ് ഇതുവരെ